ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ്. കേരളത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്ന് അധികം ഇവിടെ കിട്ടാത്തതുമായിട്ടുള്ള ഒരു സാധനമാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇപ്പോൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഞാൻ എറണാകുളത്ത് കാണാറുണ്ട്. അപ്പം തന്നെ അത് മേടിച്ചുകൊണ്ട് വരാറുണ്ട്. നമ്മളുടെ പച്ച കപ്പലണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഇന്നിവിടെ ഒരു ചേട്ടൻ കൊണ്ടുവന്ന് വിറ്റ് രാവിലെ വിറ്റപ്പോൾ തന്നെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് 50 രൂപയുടെ സാധനമാണ്. ഞാൻ ഇന്നിപ്പം ഇവിടെ കുക്ക് ചെയ്യാൻ പോണത്. അതുകൊണ്ട് നിങ്ങൾ കാണുക, സന്തോഷിക്കുക. ഞാനിത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ഒരു എളുപ്പ രീതിയിൽ പറഞ്ഞേക്കാം. നമ്മളിതാ വെള്ളം ഒഴിക്കുക, സാധാ വെള്ളം തന്നെ കേട്ടോ. ഇത്രയും ഒഴിച്ചാൽ മതി. കുറച്ച് നേരം അതിൽ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട്. ഉപ്പ് നമ്മൾ ആദ്യമേ വെള്ളത്തിലങ്ങ് കളർത്തി വിട്ടേക്കണം. കുറച്ച് അധികം ഇടണം. എന്താണെന്ന് വെച്ചാൽ ഇതിന് തൊണ്ടുണ്ടല്ലോ, ഈ തൊണ്ടിലേക്ക് അകത്തോട്ട് ചെറിയൊരു ദ്വാരത്തിൽ കൂടെ അതങ്ങ് കയറും. അതുകൊണ്ടാണ് നമുക്ക് ആ ഉപ്പ് രസം കിട്ടണം ഇത് വെന്ത് വരുമ്പോഴേക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് എളുപ്പ രീതിയിൽ കാണിക്കുന്നത്. നിങ്ങൾ കണ്ട് സന്തോഷിക്കുക. നിങ്ങൾ ഇനിയിപ്പോൾ ഈ കപ്പലണ്ടി തൊണ്ടോടുകൂടി കിട്ടുമ്പോൾ അതിനെ നന്നായിട്ട് വെള്ളത്തിൽ ഒഴിച്ച് കുറച്ച് നേരം വെച്ച് കുതിർത്തെടുത്തിട്ട് നിങ്ങൾ പിന്നെ അതിനെ നമ്മൾ വേവിക്കാൻ ഇതുപോലെ വയ്ക്കണം. ഒരു 5-6 കഴുകണം. അതിൻ്റെ മണ്ണ് പോകണം. പക്ഷേ മണ്ണിൻ്റെ മണം എന്തായാലും ഉണ്ടാവും കേട്ടോ. ആ ഒരു മണ്ണിൻ്റെ മണത്തിൻ്റെ സ്വാദോടുകൂടിയാണ് നമുക്കിത് അവസാനം ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. അത് കാരണം ഇത് എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാൻ ഇപ്പോൾ ഇങ്ങനെ നാട്ടിൽ വന്നിട്ട് പോകുമ്പോൾ എൻ്റെ അടുത്ത കൂട്ടുകാർക്ക് എപ്പോഴും പറഞ്ഞ ഡയലോഗ് അവർക്കൊക്കെ കൊണ്ട് ഷെയർ ചെയ്യാറുണ്ട്. അത് കാരണം എല്ലാവരും ഇത് കിട്ടിയെന്ന് കഴിച്ചെന്നൊക്കെ പറയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ അല്ല, പണ്ട് ചേച്ചി കൊണ്ടുവന്ന് തന്നത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഒരു സന്തോഷം. ഞാൻ പണ്ടെങ്ങാനൊക്കെ കൊണ്ടുവന്ന് അവർക്കൊക്കെ തന്നിട്ടുണ്ടെന്നുള്ളത്. കൊടുക്കണം, നമ്മൾ മറന്നു പോകുമല്ലോ. പക്ഷെ വാങ്ങുന്നവർ ഓർക്കും കേട്ടോ, ഞാൻ കൊണ്ടുവന്ന് തന്നത് ആ സ്വാദൊക്കെ ഓർത്തിട്ട് എന്നോട് പറയും, പണ്ട് അത് തന്നപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു സീസണിൽ ഇത് കിട്ടിയപ്പോൾ ഞാൻ ഇന്ന് മേടിച്ചിട്ട് നിങ്ങൾക്കും കൂടെ അത് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന സാധനമാണെന്നറിയാം. അത് കാരണം ഇതാ കണ്ട നിറഞ്ഞിരിക്കുന്നു. ഇത് ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഒരു 2-3 വിസിൽ ഇപ്പോൾ നമ്മൾ വിസിലടിക്കും കേട്ടോ. അതായത് വിസിലെന്ന് പറയുന്നത് ഈ കുക്കറിൽ ആവി കയറ്റണതിനെയാണ് പറയുന്നത്. അത് ഒരു സ്റ്റൈലങ്ങ് വന്നു പോകുന്നതാണ്. 3 ആവി വെക്കാറുണ്ട്. കുറച്ച് ഒന്ന് വെള്ളം തിളച്ച് ഒന്ന് കയറുമ്പോഴേക്കും ഞാനൊന്ന് അടുപ്പ് സിമ്മിലിട്ടിട്ട് 3 ആവി കയറ്റിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കുക്കായി വരും. ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. അത് എന്നിട്ട് കുറച്ച് നേരം അതിൽ വെച്ചിരിക്കുക. ആ ഉപ്പ് വെള്ളത്തിൽ കിടന്ന് ആ തൊണ്ട് കുതിർന്ന് വരുമ്പോഴാണ് അത് അകത്തുള്ളതിന് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അത് കാരണം ബാക്കിയുള്ളതും കൂടി ഇതങ്ങ് കയറിക്കോട്ടെ. ചൂട് നന്നായിട്ട് തീ കയറ്റി വെച്ചിരിക്കുക. ചൂട് കയറിയിട്ട് അതൊന്ന് ഒരു 3 ആവി കയറട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തന്നേക്കാം. ഇത് എള്ളുണ്ട നാടൻ വിഭവമാണ്. ഈ നല്ലെണ്ണയുടെ ഒരു എഫക്റ്റ് ഇതിൽ നിന്ന് കിട്ടും. അത് കാരണം ഇവിടെയൊക്കെ പെൺകുട്ടികൾക്ക് ഇത് ഒരുപാട് കൊടുക്കും. ബാക്ക് ബോണിന് വളരെ നല്ലതാണെന്ന് പറയും. ഇത് എള്ളിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് അതിൻ്റെ എസൻസ് മൊത്തം നമുക്ക് അതിൻ്റെ സത്ത് കിട്ടും. അത് കഴിഞ്ഞിട്ടുള്ള മിനറൽസൊക്കെ ഒത്തിരി ഉള്ളതാണ്. ഞാൻ അത് പിന്നീട് ഒരു ദിവസം അതിൻ്റെ വീഡിയോ കാണിക്കാം. എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവമായതുകൊണ്ട് ഞാനത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഫ്രണ്ട്സ്, നമ്മളുടെ കപ്പലണ്ടി, തൊണ്ടുള്ള കപ്പലണ്ടി ഏതാണ്ട് വെന്ത് കഴിഞ്ഞു. ഞാൻ തുറക്കാൻ പോവുകയാണ്. ഉപ്പിട്ടത് കൊണ്ടാണ് ഇത് ഇങ്ങനെയൊക്കെ കാണുന്നത്. ആ ഉപ്പ് രസം ഇങ്ങനെ കാണുന്നതാണ്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിൻ്റെ മണം നന്നായിട്ട് കിട്ടുന്നുണ്ട്. വേവുമ്പോഴേ വരുമായിരുന്നു. ഓരോ ആവി കയറുമ്പോഴും നല്ല മണം വരുമായിരുന്നു. ഞാൻ അതിനെടുത്ത് ഒരു പാത്രത്തിലേക്ക് പകർത്തുവാണ്. നിങ്ങൾ കണ്ടോളൂ. ഈ പാത്രത്തിലേക്ക് പകർന്ന് അതിൻ്റെ അടിവശത്തിൽ ഉള്ള ആ ഉപ്പൊക്കെ ഒന്നും കൂടെ നമ്മളുടെ മുകളിലേക്ക് ആവണം. അപ്പം നമുക്ക് മേളിലുണ്ടായിരുന്നതിലെല്ലാം ഉപ്പുരസം നന്നായിട്ട് തന്നെ കയറിയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ സോക്ക് ചെയ്താലും നമുക്ക്, ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്താൽ ഉച്ച കഴിഞ്ഞ് ഒരു 2 മണിക്കൊക്കെ ഞാൻ ഇത് ചെയ്യാറുണ്ട്. ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞ ഉടനെ തന്നെ ആ കുക്കറിലങ്ങ് വെച്ചേക്കും. വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു 4-5 മണിക്കൊക്കെ പിള്ളേരൊക്കെ വരുമ്പോഴേക്കും നല്ല സ്വാദോടുകൂടി നന്നായിരിക്കും. തണുത്ത് ഉപ്പ് നന്നായിട്ട് പിടിച്ച് ഇതിൻ്റെ കളർ തന്നെ കുറച്ചും കൂടെ മാറും. അങ്ങനത്തെ രീതിയിലാക്കും. ഞാനിപ്പോൾ കുറച്ച് ഈ പാത്രത്തിലേക്ക് കുറച്ച് പകർന്നെടുക്കുവാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ വീട്ടിലെ രാജ്യത്തിന് ഞാൻ കുറച്ച് കൊണ്ടുവന്ന് തരും എന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇത്രയും ആവശ്യമില്ല. അപ്പോൾ രാജ്യത്തിനും കുറച്ച് കൊടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിക്കുമ്പോൾ നമുക്കൊരു സ്വാദ് ഒരുപാട് കിടന്നാൽ പിന്നെ ഇതിന് ഉണക്കിയൊക്കെ എടുക്കുന്നവരെ കൊണ്ട് ഞാൻ പിന്നീട് 2 ദിവസം കഴിഞ്ഞ് പിന്നെയും വാങ്ങിക്കാമല്ലോ. അത് കാരണം ഞാൻ രാജ്യത്തിന് വേണ്ടിയിട്ട്, അപ്പുറത്തെ വീട്ടിലെ കൂട്ടുകാരിയാണേ, എൻ്റെ ഒപ്പം കല്യാണം കഴിഞ്ഞ് വന്നതാണ്. എനിക്കത് കാരണം ആദ്യം വന്ന ദിവസം മുതൽ അതൊരു ഫ്രണ്ടാണ് കേട്ടോ. നല്ല സ്നേഹമായിട്ട് എടാ എന്തടാ എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു ടൈപ്പാണ്. അത് കാരണം എനിക്കതിന് ഇഷ്ടമാണ്.
അപ്പം രാജ്യത്തിന് ഞാൻ കൊണ്ടുവന്ന് കുറച്ച് കൊടുക്കാനായിട്ട് ഇതേ സംഭരത്തിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട്. കുറച്ച് തണുക്കട്ടെ എന്ന് വെച്ചിരിക്കുവാണ്. അപ്പോൾ രാജ്യത്തിന് കൊണ്ടുപോയി കൊടുക്കും. ബാക്കിയുള്ളതായി എനിക്ക് ഈ വെള്ളത്തോടു കൂടി ഇതിനെ കുറച്ച് നേരം കൂടി, എനിക്ക് ഇത്തിരി കൂടെ ഉപ്പ് ഇഷ്ടമാണ്, അത് കാരണം ഉപ്പ് പിടിക്കട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഈ വെള്ളത്തോടു കൂടി തന്നെ കുറച്ച് നേരം കൂടെ ഇട്ട് വയ്ക്കുന്നുണ്ട്. അതിലും കുറച്ച് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത് തണുത്തതിന് ശേഷമല്ലേ കൊണ്ടുപോയി കൊടുക്കുന്നുള്ളൂ. അത് കാരണം താങ്ക് യു ഫ്രണ്ട്സ് വാച്ച് ചെയ്തതിന്. ഇതിങ്ങനത്തെ ഒരു നല്ല മെത്തേഡ്, ഞാൻ പറഞ്ഞില്ലേ ഉച്ചയ്ക്ക് ശേഷം ഒരു 2 മണിക്ക് ശേഷം ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ 4:30 അത് നന്നായിട്ട് വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ നിന്ന് ഹസ്ബൻഡൊക്കെ വരുന്ന സമയത്തായാലും കൊടുക്കാൻ നല്ല പാകമാണ്. ഞാൻ എറണാകുളത്ത് കടവന്തറ ഭാഗത്തൊക്കെ കുറേ കണ്ടിട്ടുണ്ട്. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് വന്ന് അവിടെ താമസിക്കുന്നുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വന്നവർ. അവരിത് കച്ചവടം ചെയ്യുന്നുണ്ട്. ആ കടവന്തറ ഇവിടെ ആ ജവഹർ നഗറിൻ്റെ ഭാഗത്തൊക്കെ ഞാൻ കാണാറുണ്ട്. അത് കാരണം എറണാകുളത്തെ കാര്യം പറയുക, നിങ്ങൾ പലയിടത്തുള്ളവരായിരിക്കും. അപ്പം അതുപോലെ എല്ലാ സ്ഥലത്തിലും ഉണ്ടാകും കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ ഒരുപാട് പേര് കമ്പംകുമ്പിളിൽ നിന്നൊക്കെ വരുന്നുണ്ടല്ലോ, അവരൊക്കെ കൊണ്ടുവരുന്നുമുണ്ട്. ഇത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഒന്ന് നിങ്ങൾ ഇതൊക്കെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ എറണാകുളം ഫ്രണ്ട്സിനും ഞാൻ പോകുമ്പോൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അത് കാരണം താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് കീപ്പ് ഓൺ സപ്പോർട്ട് ചെയ്യുക. ഞാൻ നല്ല നല്ല കാര്യങ്ങൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയിലും എന്നാ ടേസ്റ്റ് കുറച്ചുകൂടെ നന്നായിട്ട് കയറുന്ന രീതിയിലുള്ളത് ഞാൻ പറഞ്ഞു തരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സന്തോഷിക്കുക, ആനന്ദമായിരിക്കുക. വീട്ടിലിതൊക്കെ നമ്മൾ ട്രൈ ചെയ്യുക കേട്ടോ. താങ്ക് യു ഫ്രണ്ട്സ്.